ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമസ്തേ. ഹലോ. നിന്നെ ഇതുപോലൊരു സിനിമാ നടിയാക്കിയിട്ടാണ് ആറ്റുകാൽ പൊങ്കാലടിക്കാൻ കൊണ്ടുപോകാൻ. അപ്പൊ എന്റെ പടം പത്രത്തിൽ വരുമല്ലോ. എന്റെ ആറ്റുകാൽ അമ്മയെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണേ. കോപ്പിയടി, റീമേക്ക്. എന്താണ് അതിന്റെ പേര്? നിന്റെ പേര്? സന്തോഷ് വിശ്വനാഥ്.
നരേഷനിലൂടെ സിനിമ തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു ശീലമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്കും തുടങ്ങാം. ഇത് എനിക്കും നിങ്ങൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത മലയാളം നോവലിസ്റ്റ് NP അംബുജാക്ഷൻ. പണിക്കരെ നമസ്കാരം. നമസ്കാരം. എങ്ങോട്ടാ ഈ ഫയലൊക്കെ ആയിട്ട്? ഇന്ന് കട തുറന്നില്ലേ? ഇന്ന് കട തുറക്കുന്നില്ല. അമ്പുജാക്ഷ മറ്റന്നാളെ പാല് കാച്ച, നാളെയെങ്കിലും ആ ബ്ലൗസ് വെച്ച് തരണേ. ബ്ലൗസ് മുതിർന്ന പൗരന്മാർ, അന്ധർ, വികലാംഗർ, സ്ത്രീകൾ, സാഹിത്യകാരന്മാർക്ക് മാത്രം സീറ്റില്ല. എഴുത്തുകാരനെ ബഹുമാനിക്കാൻ അറിയാത്ത സമൂഹം. എൻ്റെ നോവൽ വായിച്ച ആളായിരിക്കും. ടിക്കറ്റ് 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 ആക്കി പിടിച്ചേ. ആ ഇവിടെ എറണാകുളം 100 രൂപ. 100 രൂപയെ ആ, ഒരു 50 സിംഗ് എടുത്തേ. അതിൽ നിന്ന് എടുത്തോ. ചിറകൊടിഞ്ഞ കിനാവുകൾ സിനിമയാക്കാൻ അംബുജാക്ഷൻ ശ്രമിച്ചതും പരാജയപ്പെട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വർഷങ്ങൾ 18 കഴിഞ്ഞു. അന്നത്തെ സഹസംവിധായകർ സംവിധായകരായി. അന്ന് ജനിച്ചവർക്ക് അടൽസൊള്ളി സിനിമകൾ കാണാനുള്ള പ്രായപൂർത്തിയായി. ന്യൂ ജനറേഷൻ സിനിമകളും ഉണ്ടായി. ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന നോവലിന് ഒരു ന്യൂ ജനറേഷൻ തിരക്കഥയാക്കി മാറ്റി സംവിധായകനോടും പ്രൊഡ്യൂസറിനോടും ചർച്ച ചെയ്യാനുള്ള യാത്രയാണ്. ചിറകൊടിഞ്ഞ കിനാവുകൾക്ക് വേണ്ടി തായങ്കരി ജെട്ടിയിൽ നിന്നും ലാൽ ജോസ്. MTക്ക് തിരക്കഥ എഴുതാൻ പണ്ടത്തെ താല്പര്യമില്ല. പത്മരാജനും ലോഹിതദാസും ദാമോദരൻ മാഷും പോയി. മകൻ പണിക്കിറങ്ങിയ പിന്നെ ശ്രീനിവാസനും ഒന്ന് ഒതുങ്ങി. മോനെ അംബുജാക്ഷ, ഇത് തൻ്റെ ബെസ്റ്റ് ടൈം. ഈ സിനിമയ്ക്ക് തന്റെ പ്രണയമോ ജീവിതമോ ആയിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നും ഈ പടം പുറത്തിറങ്ങിയാൽ താൻ ആത്മഹത്യ ചെയ്യുന്നു വരെയും കാഞ്ചനമാല പറഞ്ഞ ചില കാര്യങ്ങളാണ് ഫേസ്ബുക്ക് പോലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ വൻ ചർച്ച. സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച ഈ ഇല്ലാത്ത കാര്യങ്ങളെ എങ്ങനെ അവർ ആത്മഹത്യ ചെയ്യാതിരിക്കും? ഈ തിരക്കഥകളൊക്കെ എഴുതുന്നവരെ ഒന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ സാറേ? പറയാം. ആ റേഡിയോ ബാങ്ക് 91.9. ഇതുവഴി നാളത്തെ മലയാള സിനിമയുടെ വഴി തടയുന്ന. നമസ്കാരം. ഞാൻ മലയാള നോവലിസ്റ്റ്, ന്യൂ ജനറേഷൻ തിരക്കഥാകൃത്ത് MT അല്ല, MT ഒന്നും ന്യൂ ജനറേഷൻ അല്ലല്ലോ. ഞാൻ NP അംബുജാക്ഷൻ. സോറി സർ. സംവിധായകൻ രഘുത്തമൻ സാറിന്റെ മുറി ഏതാണ്? ലെവൽ 6 സ്യൂട്ട് നമ്പർ 9 സർ. സർ, 6ാമത്തെ നില. ഓ, താങ്ക് യു. സർ, ദിസ് വേ. NP അംബുജാക്ഷനാണേ, അകത്തേക്ക് വരാമോ? പിന്നെന്താ, വരാലോ. ഇത് പ്രൊഡ്യൂസർ ജോപ്പൻ എഴുപുന്ന. സാറ്റലൈറ്റ് തുമ്പയില് മാത്രമല്ല സിനിമയിലും കിട്ടുമെന്ന് അറിഞ്ഞ് പ്രൊഡ്യൂസറായ ആള്. മണ്ടത്തരമാണ് മാനദണ്ഡമെങ്കിൽ ഇയാളാകും മിസ്റ്റർ ഇന്ത്യ. നമസ്കാരം. നമസ്കാരം. വരണം വരണം. ക്ഷമിക്കണം, അല്പം താമസിച്ചു പോയി. അത്യാവശ്യമായ ഒരു കല്യാണ ബ്ലൗസ് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ വിളിക്കാൻ നോക്കിയിരുന്നു. മൊബൈൽ ഫോൺ ഇല്ല അല്ലേ? ഉപയോഗിക്കില്ല സാർ.
വലിയ തിരക്കുള്ളവരായിരുന്നിട്ടും ജഗതി ശ്രീകുമാറും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒന്നും മൊബൈൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഓ ഒരു കണക്കിന് അതാ നല്ലത്. നമസ്കാരം സാർ. നമസ്കാരം. ഇത് രഘുത്തമൻ, പ്രേക്ഷകരെക്കാൾ പ്രൊഡ്യൂസർമാരെ സോപ്പിട്ട് വീഴ്ത്താൻ മിടുക്കൻ. ആകെ എടുത്ത ചിത്രങ്ങൾ 8, പൊട്ടിയ ചിത്രങ്ങൾ 16. കാരണം ലാസ്റ്റ് പടം 8 നിലയിലാണ് പൊട്ടിയത്. സത്യത്തിൽ ജോപ്പൻ സാറ് ചെമ്മീൻ റീമേക്ക് ചെയ്യാനിരുന്നു. സാറ്റലൈറ്റുള്ള ഒരു നടന്മാർക്കും കടപ്പുറത്തുനിന്ന് വെയിൽ കൊള്ളാൻ പറ്റത്തില്ലെന്ന്, കറുത്തു പോവെന്ന്. ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും പണിക്കാരെ അല്ല നടന്മാരെ ഇറക്കേണ്ടത്. ഇതിലും ചെമ്മീന്റെ രുചിയും മണവും ഉണ്ടാകുമെന്ന് രഘു പറഞ്ഞിരുന്നു. ഉണ്ടാവില്ലേ അംബുജാക്ഷ? ഇത് ചെമ്മീനല്ല സാർ, കൊഞ്ച്. യെസ് ഐ മേ കം ഇൻ. കൊഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ചാകര വന്നല്ലോ. അവിടെ വെക്കാം, അവിടെ. അയ്യോ രഘുത്തമൻ സാറോ, നമസ്കാരം. നമസ്കാരം. സാറിന്റെ ലാസ്റ്റ് പടം കാണാൻ പോയിരുന്നു, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. കാണാൻ 15 പേരെങ്കിലും ഉണ്ടെങ്കിലേ ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് തിയേറ്ററുകാർ പറഞ്ഞു. അതെന്താ സാർ അങ്ങനെ? ഹലോ, വാഴൂർ ജോസ്. ജോസേ പറ. യുവ സംവിധായകൻ രഘുത്തമന്റെ പുതിയ പടത്തിന്റെ പേപ്പർ വർക്കുകൾ തുടങ്ങിയൊരു വാർത്ത കൂടെ. വേണം വേണം വേണം, യുവ സംവിധായകൻ തന്നെ വേണം. സിനിമാക്കാർക്കും യൂത്ത് കോൺഗ്രസ്കാർക്കും എത്ര പ്രായമായാലും യുവ ചേർക്കാം. ന്യൂമറോളജി പ്രകാരം ചിറകൊടിഞ്ഞ കിനാവുകൾക്ക് ഒരക്ഷരം കൂടി വേണമെന്ന കണിയാൻ പറഞ്ഞത്. അതുകൊണ്ട് കിനാവുകളുടെ ഇപ്പുറത്ത് ഞാൻ ഒരു കീ കൂടി ചേർത്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ ചിറകൊടിഞ്ഞ കിക്കനാവുകൾ എന്ന് വായിക്കില്ലേ? ഏയ്, ഇപ്പൊ മലയാളത്തിൽ ഏത് സംവിധായകന് ഒറിജിനൽ സ്പെല്ലിംഗ് ഉള്ളത്? പ്രേക്ഷകർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് ശീലങ്ങളാ. ശീലങ്ങളോ? സിനിമയിൽ ആരെങ്കിലും കുറെ നേരം ബൈക്കിൽ പോകുന്ന കാണിച്ചാൽ അവിടെ ഒരു ബൈക്ക് അപകടം നടക്കണം. നായകൻ കൊക്കയിലേക്ക് വീണാൽ കാട്ടുവള്ളിയിൽ തങ്ങിക്കിടക്കണം. തേനെടുക്കാമോ എന്ന് കാട്ടുവാസികൾ വന്ന് രക്ഷിക്കണം. അതെ, അത്യാവശ്യ സമയത്ത് കാറ് 3ാമത്തെ തവണയെ സ്റ്റാർട്ടാകാവൂ. ഛർദിച്ചാൽ മാത്രമേ ഗർഭിണിയാവാൻ പാടുള്ളൂ. സിനിമയിലെ കഥാപാത്രങ്ങൾ എപ്പോ TV ഓൺ ചെയ്താലും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന വാർത്തകളെ അപ്പ വരാവൂ. ശീലങ്ങളൊന്നും മാറ്റാൻ മലയാളി അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ ശീലങ്ങളൊക്കെ ഉള്ളതാവണം നമ്മുടെ സിനിമയും. അംബുജാക്ഷൻ, ഇനി കഥ പറ. ഒരു മിനിറ്റ്. പണ്ട് മുതലുള്ള ശീലമാ, കിക്ക് കിട്ടണമെങ്കിൽ നിപ്പനടിക്കണം. അംബുജാക്ഷ, സിനിമാ കൊട്ടകയിലിരുന്ന് പടം കാണുന്നത് പോലെ തോന്നണം. തുടങ്ങിക്കോളൂ. ആദ്യം നല്ലവരായ തായങ്കരി നിവാസികൾക്ക് നന്ദി എന്നെഴുതി കാണിക്കണം. നാട്ടുകാരാ, തെണ്ടികളാ, നാളെ വല്ല പൗരസ്വീകരണം തന്നാലോ. നമ്മുടെ സിനിമ ന്യൂ ജനറേഷൻ അല്ലേ അംബുജാക്ഷ? അതുകൊണ്ട് ഇനി ഈ സിനിമയുടെ പേര്. അംബുജാക്ഷ, മരിച്ചുപോയ എന്റെ പേരപ്പന്റെ ഫോട്ടോ ആദ്യം കൊടുക്കണം. പുള്ളിയായിട്ടാ നമ്മുടെ ഈ ചെമ്മീൻകെട്ട് തുടങ്ങിയതേ. പേരപ്പ, മാർഗദീപമേ നയിച്ചാലും. ഇനി ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന് വരണം. ചിറകൊടിഞ്ഞ കിനാവുകൾ. എല്ലാ ലവ് സ്റ്റോറികളെയും പോലെ നമ്മുടെ സിനിമയ്ക്കും തുടക്കത്തിൽ തന്നെ ഫ്ലാഷ് ബാക്ക് വേണം. എല്ലാ സിനിമയിലും കാണാം പ്രസവമുറിന്റെ മുക്കൂടെ ഇങ്ങനെ കരുതലാത്തതായി. ഇതെന്തിനാണാവോ? ഇത് ഈ സിനിമയിലെ നായകന്റെ അല്ല, നായികയുടെ ജനനമാണ്.
ആൺകുഞ്ഞ അല്ല, പെൺകുഞ്ഞ്. പിടിക്ക്. കുഞ്ഞിനിപ്പ എന്താ ഒരു പേരിടുക? അടൂർ ഗോപാലകൃഷ്ണ സാറ് പറഞ്ഞതുപോലെ മലയാളിത്വമുള്ള ഒരു പേര് വേണം. സുമതി. ബ്രോയിലർ ചിക്കനിൽ ആർത്തിയുള്ള എല്ലാ പെൺകുട്ടികളെയും പോലെ സുമതിയും ഹൈസ്കൂളിലെത്തും മുമ്പേ വയസ്സറിയിച്ചു. പക്ഷേ ഡോക്ടർ, സീരിയസ് മാറ്ററാ, നടന്നോട് സംസാരിക്കാൻ വരൂ. ഒരു മിറാക്കൽ നടക്കണമെന്ന് പറയാനാ. രക്ഷപ്പെടണമെങ്കിൽ ഒരു മിറാക്കിൾ നടക്കണം. അടിയന്തരമായിട്ട് സുമതിക്ക് കുറച്ച് ബ്ലഡ് വേണം. കൊടുക്കണം ഡോക്ടർ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ബ്ലഡ് ഗ്രൂപ്പ് അല്ല സുമതിയുടേത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ ബോംബെ ഓ പോസിറ്റീവ് ഗ്രൂപ്പാ. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചു പേർക്കേ അതുള്ളൂ. അയ്യോ, ഡോണ്ട് വെറി. രാജ്യത്തെ എല്ലാ ഹോസ്പിറ്റലിലേക്കും ബ്ലഡ് ബാങ്കിലേക്കും ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു. അഹമ്മദാബാദിലുള്ള ഒരു മലയാളി പയ്യൻ ആൻഡ് ഈസ് വില്ലിംഗ്. അവർ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു കഴിഞ്ഞു. ഗുഡ്. മേക്ക് ദ അറേഞ്ച്മെന്റ്സ് ക്വിക്ലി. ഓക്കേ ഡോക്ടർ. യു ആർ ലക്കി മാൻ. സുമതിക്ക് ബോംബെ ഓപ്പോസിറ്റീവ് ഗ്രൂപ്പാണെന്ന് ആരും അറിയരുത്. പെൺകുട്ടിയല്ലേ, നാളെ കൊള്ളാവുന്ന ആലോചനകളൊന്നും വന്നില്ലെങ്കിലോ? നെവർ. ഇറ്റ് ഈസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദ മെഡിക്കൽ എത്തിക്സ്. ചില സിനിമയിലൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരിക്കലും ഞാനത് ചെയ്യില്ല. താങ്ക് യു ഡോക്ടർ. സുമതി, സുമതി. ബ്ലഡ് ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞ നാള് മുതൽ തുടങ്ങിയതാണല്ലോ ഈ അന്വേഷണം. പണ്ടങ്ങാണ്ട് ബ്ലഡ് തന്ന ആളെ ഇപ്പൊ കണ്ടെത്താൻ ഇത് ഹിന്ദി സിനിമയൊന്നുമല്ലല്ലോ. വേനല്ലേ 5ാം ക്ലാസ്സിൽ പഠിച്ചത് നീ മറന്നോ? ഓ, ഇന്റർനെറ്റിൽ തപ്പിയിട്ട് കിട്ടാത്തതാ ഈ ഉണക്ക ഡയറക്ടറിയില്. ഞാൻ പോവാ, എന്റെ ക്ലാസ് കഴിഞ്ഞു. നീ നിന്റെ പൊടിമിഷക്കാരനെ തപ്പിക്കൊണ്ട് ഇവിടെ ഇരുന്നോ. സിനിമയിലായതുകൊണ്ട് വരിക്കാശ്ശേരി മനയിലാവണം വിറകുവെട്ടുകാരൻ താമസിക്കേണ്ടത്. ചൊവ്വാദോഷം വിഘ്നങ്ങളുടെ ചക്രവ്യൂഹാണ്. ഹേമദ്രുമയോഗം, സപ്തമത്തിൽ പാപൻ, ചൊവ്വയിൽ മംഗളയാൻ. കല്യാണം നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ലാന്ന്. ഈ നടപ്പ് 19-ാം വയസ്സിൽ തന്നെ വേണമെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. പ്രശ്നമായല്ലോ. 19-ാം വയസ്സിൽ നടന്നില്ലാച്ചാൽ പിന്നെ 32-ലേ നടക്കൂ. ജ്യോതിഷം ശാസ്ത്രമാണ്, ദൈവദത്തമായിട്ടുള്ള ശാസ്ത്രം. 7 കടല് കടന്ന് പടിഞ്ഞാറ് നിന്ന് വരുന്ന ഒരാളാണ് വരണമെങ്കിൽ ബഹുകേമം. 7 അല്ല 14 കടല് കടന്നു വന്നാലും ശരി, അതിനൊക്കെയുള്ള പരിഹാരം ഇതിലാണ്. ഒരു പൊടിമീശക്കാരനായിരുന്നു, ഇപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെയുണ്ടവൻ. അമ്മമ്മേ, ഇത് നോക്കേ. ഇതാ സോളമനല്ലേ, പൊടിമീശക്കാരനല്ല. അവന് നല്ല ചുരുണ്ട മുടിയാ. അമ്മമ്മേ നോക്ക്.
ബഹുമിടുക്കനും സുന്ദരനുമാണ് കഥയിലെ നായകൻ. ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണുന്ന നായകന് എല്ലാ സിനിമകളിലെയും പോലെ മണ്ടനായ ഒരു കൂട്ടുകാരനുണ്ടാകണം. അവനാണ് ഇവൻ. സുകുമാരക്കുറുപ്പ് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പിന്നെയല്ലേ എനിക്ക്. ആഹാ, ബോബി ചെമ്മണ്ണൂരിന്റെ ഉടുപ്പൊക്കെ ഇവിടെയാണോ തയ്പ്പിക്കുന്നേ? അതെ, സിംഗപ്പൂരിൽ നിന്നുള്ള മണി ഓർഡറാ, തിരിച്ചയച്ചേക്കട്ടോ. എത്ര തവണ പറയണം? അല്ല, എത്രയായാലും സ്വന്തം അച്ഛന്റെ അല്ലേ. നായകന്മാരുടെ ഓരോ ദുരഭിമാനം. ഇങ്ങനെ തയ്ച്ചോണ്ടിരുന്നാ മതിയല്ലോ. നസീറാന്ന വിചാരം. ഏതായാലും പടം വരയ്ക്കാൻ തോന്നിയോ? അതെ. വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ വന്നേ. ഒരു സോറി, വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? കാശിന്റെ ഹുങ്ക വെറു വീട്ടുകാരന്റെ മൂക്ക്. നീ അയാളെ നോക്കാൻ പോണ്ട. ഇപ്പൊ ശരിക്കും പൊടിയായി. കീറിയില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞ് കാണാട്ടോ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. പ്ലീസ് പ്ലീസ് ഒന്ന് മാറിക്കേ മാറിക്കേ. നിന്നെ ഇനി ഒരാൾക്കേ സഹായിക്കാൻ പറ്റൂ, അന്നത്തെ അപ്പോത്തിക്കരിക്ക്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മോളൊരു ദിവസം എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പൊ എവിടെയാ? ഇത് അവന്റെ കൂട്ടുകാരനാ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ഇന്നവൻ ലിറ്റിൽ ഫ്ലവർ അനാഥാലയത്തിൽ തന്നെ ഉണ്ടാകും. ഞാൻ ഈ രഹസ്യം പറഞ്ഞെന്ന് അവൻ പോലും അറിയരുത്. മെഡിക്കൽ എത്തിക്സിന് എതിരാ. താങ്ക് യു ഡോക്ടർ. അങ്കിൾ ഒരു ദിവസമല്ലേ ഞങ്ങൾക്ക് ബിരിയാണി വെച്ചിരുന്നത്? ബാക്കി 6 ദിവസം ഈ ആന്റിയാ. ആന്റി, ഇത് ആന്റിയുടെ. ഒന്ന് പിടിക്കേ.
പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇവിടെ ഇന്ന് പുകവലി പാടില്ല. നീ എത്ര വട്ടം പറഞ്ഞിരിക്കണു? വിഷമടിച്ച ആപ്പിൾ കഴിക്കുന്നതിന് ആർക്കും ഒരു വിരോധമില്ല. സുമതിയെ ഒരു ഗൾഫുകാരൻ കൊണ്ട് കെട്ടിക്കണമെന്നാ എന്റെ ആഗ്രഹം. നമുക്ക് അറ്റ്ലസ് രാമചന്ദ്രനെ വിളിച്ച് സലാലയിലോ മറ്റോ വല്ല നായർവൈകന്മാരോട് അന്വേഷിച്ചാലോ? എന്തിന്? നല്ല ഐസ് ഫ്രൂട്ട് പോലത്തെ ഫോറിൻ ചെക്കന്മാരെ ഞാൻ ഇറക്കുമതി ചെയ്യില്ല. ശോഭനയ്ക്ക് ഉർവശി അവാർഡ് കിട്ടി. ഉർവശിക്ക് ശോഭന അവാർഡ് കിട്ടുമോ? പോവാ. എന്താ? ഒന്നില്ല. എടി ഒന്ന് പിടിച്ചേ. വാ, വേഗം വാ, ചേച്ചി സഹായിക്കാം. വാ. ഇവിടെ നിന്നോട്ടോ, സൂക്ഷിച്ചു. നിങ്ങൾ എന്താ കാണിക്കുന്നത്? സമയമില്ലാത്ത സമയത്ത് ഓരോ പണികളുമായിട്ട് പതുക്കെ. ഇതൊക്കെ എവിടുന്നോടാ രാവിലെ തന്നെ ഒരുക്കിട്ട് ഇറങ്ങിക്കോളും. മനുഷ്യനെ മെനക്കെടുത്താൽ മതി. അയ്യോ, കല്യാണത്തിന്റെ അന്ന് തന്നെ പാലുകാച്ച് നടത്തണമെന്നാ. മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കിട്ടാതിരുന്നത് കൊണ്ട് ഇനിയിപ്പോ വീട് പണി തുടങ്ങാലോ, അല്ലേ? ആക്ഷൻ! അങ്ങനെ ദുഷ്യന്തനും ശകുന്തളയും പോലെ, ഷാജഹാനും മുംതാസും പോലെ, പരീക്കുട്ടിയും കറുത്തമ്മയും പോലെ, തയ്യൽക്കാരനും സുമതിയും അഗാധ പ്രണയത്തിലായി. അത് ജോറായി. അംബുജാക്ഷ, ഈ ന്യൂ ജനറേഷൻ എന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പുതുമകളൊക്കെ ഉണ്ടാവുമെന്ന് പിള്ളേര് പറഞ്ഞായിരുന്നു. പുതുമയോ? മലയാളിക്ക് എന്തിനാ പുതുമ? പഴമയിൽ വീമ്പ് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ആക്രി സൊസൈറ്റി അല്ലേ നമ്മള്. പാട്ടിന്റെ കാര്യം പറഞ്ഞ പഴയ പാട്ട്, രാഷ്ട്രീയം പറഞ്ഞ അച്യുതമേനോന്റെ കാലത്ത്, സിനിമ പത്മരാജന്റെ സിനിമ. ഈ പറയുന്നവന്മാരൊക്കെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലേ പത്മരാജ സാറിന്റെ ഒരു ഒറ്റ പടം പൊട്ടുകയിലായിരുന്നേ. അതെ അതെ. ഇനി പുതുമയുള്ള ഒരു പടം ആരെങ്കിലും എടുത്താലോ കോപ്പിയടിയാണോ നോക്കിയിരിക്കല്ലേ സൈബർ സേതുരാമയ്യരന്മാര്. ഇവന്റെയൊക്കെ കണ്ണ് വെട്ടിച്ചാലോ വേറെയുണ്ട് ശല്യങ്ങള്. വ്യാജ സിഡിക്കാര് പ്രൊഡ്യൂസറിനേക്കാൾ ലാഭമല്ല യുവമാരുണ്ടാക്കുന്നത്. എന്നാ ഈ പടത്തിന്റെ വ്യാജ സിഡി നമുക്ക് തന്നെ അങ്ങ് ഇറക്കിയാലോ? വേണ്ട. അല്ല, നേരത്തെ പറഞ്ഞ ഈ ഷാജഹാനും ശകുന്തളയൊക്കെ ഈ കഥയിലെ തയ്യക്കാരന്റെ ബന്ധുക്കളായിരിക്കും അല്ലേ? ഇനി കഥയിൽ ഒരു സർപ്രൈസ് വേണം. ഉണ്ട്. ഓ, കറുത്തമ്മയെ കെട്ടാൻ ചെമ്മീനിൽ പളനി വന്നതുപോലെ തയ്യൽക്കാരന്റെ വില്ലനായി ഗൾഫുകാരൻ വരികയാണ്. يلا لك مصر باي. ഡ്രൈവർ ഒരു അറബിക് മ്യൂസിക് ഇടൂ. ഓ ശരി സാർ. അമ്പുജാക്ഷ, ഗൾഫുകാർ മലയാള സിനിമയിലെ സ്ഥിരം കോമാളികളല്ലേ. നമുക്ക് വേണ്ടത് വില്ലനും. ഗൾഫുകാരനെ UK കാരനാക്കാം.
it, buddy. Yeah. Hi, broker. How are you, man? How are you? Wow. Joseph dan ee costume. അത് വില്ലന്മാർ ഇപ്പൊ കോമഡി ആയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ. Oh, that's cool. Okay, let's go. Yes, boss. Yeah. Wow. Thank you. Yeah. Awesome backwaters, huh? Awesome. Backwaters. അതെ നമ്മൾ കാണാൻ പോണ പെൺകുട്ടികളെ നോക്കി. Oh, that's awesome. Awesome. 19 വയസ്സേ ഉള്ളൂ. പോരാത്തതിന് മലയാളത്തിലുള്ള പേരും സുമതി. ഒരു സിനിമാ നടിയുടെ മുഖശ്രീയാ. സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് ഈ സംവിധായകൻ തന്നെ കല്യാണം കഴിച്ചേനെ. Holy cow! Wow! Tailoring! Wow! അവിടെ ഉണ്ടായിരുന്ന ടൈലർ പീറ്റർ ഇംഗ്ലണ്ട്. ആഫ്രിക്ക എന്നുള്ള ഇറക്കുമതിയാന്ന് തോന്നുന്നു. യുകെയിലെ കംപ്ലീറ്റ് റെഡിമെയ്ഡ്. ഷോപ്പിൽ ചെന്നിട്ട് സ്മോൾ എന്ന് പറഞ്ഞാൽ മതി, ഷർട്ട് എടുത്ത് കൈ തരും. സ്മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്ത് കൈ തരും ബാസ്. പക്ഷേ അത് പൂട്ടാത്ത ബാറിൽ പോയി പറയണം. Funny chap. Come on, go. ഈ രണ്ട് നടന്മാരും ഒരാളാണെങ്കിലും ബൽറാം വേഴ്സസ് താരാദാസിലെ പോലെ ഇത് ഈ സിനിമയിലെ ആരും തന്നെ തിരിച്ചറിയുന്നില്ല. ആഹാ കൊള്ളാലോ. വന്നോ? ഇന്ന് വേൾഡ് ഓൾഡ് ഏജ് ഡേ ആയിട്ട് നീ തയ്യൽക്കാരനായി ബിരിയാണി കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് മണവാട്ടിയായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ. പൊടി, അവൾക്ക് തമാശ പറയാൻ കൊണ്ടൊരു നേരം. നിന്റെ തയ്യൽക്കാരനൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ ആ UK കാരന്റെ വഴിയെങ്കിലും തടയായിരുന്നില്ലേ? അതെങ്ങനാ? വലിയ തിരക്കുള്ളവരായിട്ടും ജഗദീഷ് ശ്രീകുമാറും ഉമ്മൻചാണ്ടി AK ആന്റണിയും ഒന്നും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല എന്നല്ലേ പറയുന്നത്? എടി നിന്റെ UK കാരൻ സാഹിബ് വന്നു എന്നാ തോന്നുന്നേ. Elephant shit. ആനപ്പെട്ടമാണ് ബാസ്. Is it? ആനയുണ്ട്, മേയാൻ വിട്ടിരിക്കാം. അമ്പാരില്ല, പകരം ബസ്സാ. Wow, Sumati. Sum. നല്ല വെളുത്ത തൊടുത്ത സായിപ്പാണല്ലോ. നിനക്ക് കാണണ്ടേ? ചെറുക്കം വന്നല്ലോ. Nice. യാത്രയൊക്കെ സുഖമായിരുന്നോ? Actually, UK പെട്ടെന്ന് എത്തി. എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താനായിരുന്നു ടഫ്. അതിന് ആകാശത്ത് കട്ടില്ലല്ലോ. ഇവറ്റകളോട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാ. എന്ത് ചെയ്യാനാ, ജന്മിയെ ജനിച്ചു പോയി. ജന്മിയാണെങ്കിൽ എന്തൊരു എളിമ. Well, this is my wife. Oh, hello. നമസ്തേ. Yep, cool. അതെ, കുറച്ച് കൂൾ ഡ്രിങ്ക്സ് ആവാതെ. നല്ല ശമ്പളമൊക്കെ ഉണ്ടാവില്ലേ UK-ല്? 55,000 pounds. അപ്പൊ കാശായിട്ടൊന്നും കിട്ടില്ലേ? OLX properties? Yes, of course. Yeah. മോ മാത്രമേ വന്നിട്ടുള്ളൂ? മോന്റെ അച്ഛനും അമ്മയും? എനിക്ക് അച്ഛനും അമ്മയുമില്ല. ഫെർണാണ്ടസ് അച്ഛൻ്റെ അനാഥാലയത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എന്തു പറ്റി പോനെ? ഞാൻ ജസ്റ്റ് ഒന്ന് വിദൂരതയിലേക്ക് നോക്കിക്കോട്ടെ. ബെക്കിംഗ്ഹാം തെരുവിലെ 666 നമ്പർ അപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ വംശജരായ ബില്യനേഴ്സ് മിസ്റ്റർ ആൻഡ് മിസസ് നായർക്ക് കുട്ടികളുണ്ടാവാത്തതും ജന്മനാട്ടിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുക്കാൻ തോന്നിയതും എന്റെ ഭാഗ്യം. ഓക്കുമരങ്ങളുടെ ചരിവിലുള്ള ആ വീടിന്റെ പടികളിലൂടെ എന്റെ കുഞ്ഞുകാലികൾ ഓടിക്കയറിയത് കോടീശ്വരനിലേക്കുള്ള ചുവടുകളായിരുന്നു. സുമതിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? നോ പ്രോബ്ലം. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ മാരേജ് തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ നടത്താം. സോറി, എന്റെ മോളായതുകൊണ്ട് പറയുന്ന ഞാൻ വരച്ച വരയ്ക്കപ്പുറം അവൾ പോകും. Oh, that's a nice വര. സുമതി, എക്സ്ക്യൂസ് മീ. Yes. 1 minute. Please. ആനപ്പെട്ടതിന്റെ ബില്ല്. ആനപ്പെണ്ടത്തിന് 100 rupees കുറച്ച് കൂടുതലാ. കാഴ്ചവെച്ച ഇൻഷുറൻസ് എത്രയാ? 6,999 രൂപ. ഹലോ, ഒരു നല്ല കാര്യത്തിനായോണ്ട് ബാർഗൈൻ ചെയ്യില്ല. പോട്ടാ, ഇവിടെ സെറ്റിൽ. ശരി.
നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായി കുനിയാമായിരുന്നു. എന്താ ഇവിടെ ആർക്കും ചെവിയേക്കില്ലേ? അതെ, സുമതിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്ന്. ടെസ്സെ പോലെ ബാംഗ്ലൂർ നേഴ്സായിട്ട് മതി. ഇത്രേ ഒരു ടെസ്സ ഒന്നേ ഉള്ളെന്ന് വെച്ച് ലാളിച്ചു കൊടുത്തതിന് കുഴപ്പാ. ആ മോൻ വിചാരിച്ചാലേ നിന്നെ ബ്രിട്ടനിലെ കൊട്ടാരത്തിലെ ഹെഡ് നേഴ്സ് വരെയാക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവച്ചേ. അങ്ങോട്ട് കൊടുക്കും. എടുത്ത് കഴിക്കും. ഈ വെളിച്ചത്തന്നെ നല്ലോണം നോക്കിക്കോളിട്ടോ, പിന്നെ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കേ. കുട്ടികൾക്ക് തനിയെ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ. അതിന്റെ ആവശ്യമില്ല. വെൽ, അതിന്റെ ആവശ്യമുണ്ട്. You know, some funny talks? Go. Please. Go. Please. Come on. Yep. Wow. What a beautiful natural swimming pool. Sum, I'm extremely sorry. സ്കോട്ട്ലൻഡ് യാർഡിലെ സമർത്ഥനായ ഇൻസ്പെക്ടർ കെയ്റ്റ് വിൻസ്ലെറ്റിനെയും വിക്ടോറിയ ബെക്കാമിനെയും ഡെയിലി കാണുന്ന ഒരു ന്യൂജൻ ബഡി. അങ്ങനെയുള്ള എനിക്ക് ഈ കുഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ല എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചതിൽ ഐ ആം എക്സ്ട്രീംലി സോറി. ഈ ഫേസ് ഒന്ന് കാണാൻ ഫേസ്ബുക്കിലെ എല്ലാ സുമിതമാരെയും ഞാൻ സെർച്ച് ചെയ്തു. 22FKയിലെ ടെസ്സയുടെ ഫോട്ടോ ആണല്ലേ പ്രൊഫൈൽ പിക്കായിട്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഐ നോ ആക്ച്വലി ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഒരു അപരിചിതൻ കാൻഡി ക്രഷ് സാഗ കളിക്കാൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ വരാതിരുന്നതല്ലേ? അത് ഞാൻ സുമതിയുടെ ക്യാരക്ടർ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ബട്ട് യു ജസ്റ്റ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ബൈ ദ വേ, can I have a selfie with you? Say cheese. It's okay. Hey. Huh? Nice. See you guys. Oops. Keep it. Vecholo. Jos, go man. Yes, boss. Rahman. Go man. ഇവളുടെ ബ്രോക്കർ ഫീസ് പിടിച്ചോ. ഒരു ഐസ് ഫ്രൂട്ടനെയും കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. എത്ര തവണ പറഞ്ഞിരിക്കുന്നു പ്രേമിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാനെന്ന്. എന്നെ കുറിച്ച് തനിക്ക് എന്തറിയാം? പറഞ്ഞാലല്ലേ അറിയൂ. പണക്കാരായ മറ്റെല്ലാ കുട്ടികളെയും പോലെ ബോംബെയിലെ ഒരു ഫ്ലാറ്റിൽ നിറമുള്ള കുട്ടിക്കാലമായിരുന്നു എന്റേതും. അച്ഛൻ എത്ര ബിസിനസ് ടെൻഷൻ ഉണ്ടായിരുന്നാലും ഒരു ദിവസവും വൈകിയിരുന്നില്ല. സന്തോഷം അലതല്ലിയ വീട്. എല്ലാ ദിവസവും അച്ഛൻ എന്റെ ഒപ്പം ഇരുന്ന് ദൂരദർശൻ കാണുമായിരുന്നു. കടുത്ത ചുമയുള്ളപ്പോൾ പോലും എല്ലാം തകർന്നത് പെട്ടെന്നായിരുന്നു. ആ സന്തോഷവും സ്നേഹവും എല്ലാം. പുകവലിച്ച് ക്യാൻസർ വന്ന വിവരം അച്ഛൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ആംബുലൻസ് വന്നപ്പോഴാ നാട്ടിലെത്തിയ ഞാൻ കുട്ടിമാമയുടെയും വല്യമാമയുടെയും കാരുണ്യം കൊണ്ട് മാത്രമാ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ നടക്കരുതെന്ന്. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. പ്രേമിക്കാനൊക്കെ പോയാ ദാ അതുപോലെയാവും നമ്മുടെ അവസ്ഥ. ക്യാരി ഓൺ. അച്ഛൻ തീയതി വരെ നിശ്ചയിച്ചു. കല്യാണത്തിന് ഇനി ഒരാഴ്ചയും കൂടിയുള്ളൂ.
ആ UK ഫ്രോഡാണ് ഹണിമൂൺ സിംഗപ്പൂർ വേണോ ആൻഡമാൻ വേണോ എന്ന് ചോദിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നേരായ മാർഗത്തിൽ നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാവും. സുമതി പേടിക്കണ്ട, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അവന്റെ സ്കാൻഡിനേവിയൻ പോലീസ് ഫോഴ്സ് മുഴുവൻ നമുക്കെതിരെ അണിനിരുന്നാലും ഐ വിൽ മാരി യു. കേണൽ GK പിള്ളയുടെ വരവുകാൻ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഡയലി. ഇതിന് മാത്രം എന്താ ഉണ്ടായേ? കേട്ടില്ലതിന്റെ മോളുടെ വിശേഷം? തള്ളയുടെ വളർത്തുദോഷം കൊണ്ടാ പെൺമക്കൾ വഴിയേറ്റുന്നത്. ഹലോ, ഗ്രഗോട്ടിയർ സ്പീക്കിംഗ്. പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യം? സാർ, അകത്ത് ആരുമില്ല സാർ. തയ്യൽക്കാരൻ, സറണ്ടർ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. മര്യാദയ്ക്ക് കീഴടങ്ങാനാ പറഞ്ഞത്. തയ്യൽക്കാരൻ, കീഴടങ്ങുക. എവിടെ? സറണ്ടർ. ഹലോ സാറേ, ഞാനാണ് തയ്യൽക്കാരൻ. എന്തിന്? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേരള വണ്ടിയിലോട്ട്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. വിതിൻ 24 hours അയാൾ എന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കും. എന്തോ? ഡോണ്ട് ടച്ച്. ഒന്ന് പിടിക്കോ പോലീസുകാരാ? എന്താ കാര്യം? വിറക് വെട്ടുകാരനെ ശുംഭന് വിളിച്ചെന്ന്. ശുംഭൻ വെച്ചാൽ ശബ്ദധാരാവലിയിൽ പ്രകാശിക്കുന്നവനെന്നും അർത്ഥമുണ്ടേ. ഊരിപ്പോരും. പോലീസ് സ്റ്റേഷൻ ആവുമ്പോ ഗാന്ധിജിയുടെ പടം വേണം. CIയുടെ മേശപ്പുറത്ത് ഗ്ലോബ്, ചുവരിൽ ഇന്ത്യയുടെ മാപ്പും സർക്കാർ കലണ്ടറും വേണം. ഷർട്ടിടാത്ത 2-3 പ്രതികളും. സെൽഫി വിത്ത് 1ാം പ്രതി. ഹീറോയോട് പ്രത്യേകം പറയണമായിരിക്കും ഷർട്ട് ഊരാൻ. സാറേ, കമ്മീഷണർ ഇപ്പൊ എത്തുന്നു. ഇയാളോട് ഇതാരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? വല്ല ഇൻസ്പെക്ഷൻ ആയിരിക്കും. ഒടുക്കത്തെ ഇൻസ്പെക്ഷൻ. ഇത് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ KP ബെന്നി. സിനിമയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ സറഫുദ്ദീൻ താരമസിന്നോ വിക്രം ഖോർപ്പഡെന്നോ ഇസറാഖ് ഖുറേഷിന്നോ വിളിക്കാം. ബ്രോ, നീ ഇവിടെ? അതും വെറും ഒരു തയ്യൽക്കാരനായി? ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റ്, ടൈം മാഗസിന്റെ യങ് ടാലന്റ് ഓഫ് ദ മില്ലേനിയം, നാഷണൽ ജോഗ്രഫിക് മാഗസിന്റെ 50 മസ്റ്റ് മീറ്റ് പേഴ്സണാലിറ്റീസിലെ ഏഷ്യയിൽ നിന്നുള്ള ഏകയാൾ, കൂടാതെ 5ഓളം ഫോറിൻ കൺട്രീസിന്റെ ദേശീയ പതാക തയ്ച്ചു കൊടുത്തയാൾ. 10 തലയാ ഇവന്. തനി രാവണൻ. എന്താണോ ഇവരുടെ പേരിലുള്ള കേസ്? സാർ, പിന്നെ ഇന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിന് പിന്നിൽ ആരായാലും അവരെ കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട്സ് നാളെ മോർണിംഗിൽ എന്റെ ടേബിളിൽ കാണണം. IPS പരീക്ഷയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് കാശില്ലാതിരുന്നപ്പോ കാതിലെ കടുക്കനൂരി തന്നത് ഇവന്, എന്റെ സുഹൃത്തും വഴികാട്ടിയും. മിനിസ്റ്റർ ഫോണാ സർ? അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് സർ. വിത്തിൻ 24 hours തുമ്പ് കിട്ടിയിരിക്കും. ഉർവശി തിയേറ്റേഴ്സോ? റോങ് നമ്പർ. എടോ, താങ്കളോട് പറഞ്ഞ മിനിസ്റ്ററുടെ ഫോണാണെന്ന്. അല്ല സർ, സാധാരണ സിനിമയിൽ ഈ സമയം മിനിസ്റ്റർ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. ബ്രോ, ബ്രോയെ ദൈവമായിട്ടാണ് ഇങ്ങോട്ട് എത്തിച്ചത്. അർജന്റായ ഒരു ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഡ്യൂഡ്, കം. ഷുവർ. അല്ല, യജമാനോട് ചെന്ന് പറഞ്ഞേക്ക്
കേരള പോലീസിനല്ല ഇന്ത്യൻ ആർമിയെ അയച്ചാലും എന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റില്ല. വിതിൻ 24 hours ഞാൻ തീരുമാനിച്ച ഞാൻ ചെയ്തിരിക്കും. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യും. സോറി. ബോംബെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കാശ്മീർ ടെററിസ്റ്റ് ഷെയ്ഖ് മുഹമ്മദ് ഇലിയാസിന്റെ ജിമെയിലിൽ അവർ കോഴിക്കോട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്രമണങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ബ്രോ, അയാളുടെ പാസ്വേഡ് ഊഹിച്ച് കണ്ടുപിടിച്ച് ആ വിവരങ്ങളെല്ലാം ഈ ഫ്ലോപ്പി ഡിസ്കിലാക്കി തരണം. സർ, സുരേഷ് ഗോപി സാറിനെ പോലെ ലഗസിന്നും വാപ്പച്ചിന്നും ഒക്കെ പിന്നെ ഹോളി ബൈബിൾ എന്നൊക്കെ ഞങ്ങൾ അടിച്ചു നോക്കി സർ. കമ്പ്യൂട്ടർ എടുത്തില്ല. ഡോണ്ട് വറി മാൻ. ബ്രോ, യെസ് പ്ലീസ്. കൺട്രോൾ എന്റർ. ഓക്കെ. ഷെയ്ഖ് മുഹമ്മദ് ഇലിയാസ്. ഇലിയാസ് മുഹമ്മദ് ഷെയ്ഖ്. ഷെയ്ഖ് 1 2 3. യെസ്. ഇലിയാസ് 1 2 3. മുഹമ്മദ് ഷെയ്ഖ്. ഇലിയാസ് 2015. സോറി ബ്രോ, ഒരു ക്ലൂ പോലും ഇല്ലാതെ. ക്ലൂ? യെസ്, ഇല്യാസിന്റെ പക്കൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പുസ്തകം പിടിച്ചെടുത്തിരുന്നു. പുറംചട്ട ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാനായി ഹൈദരാബാദിലെ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. സാർ, ആ ബാഗിൽ നിന്ന് കാപ്പാടെന്ന് അടയാളപ്പെടുത്തിയ കോഴിക്കോടിന്റെ ഒരു മാപ്പും ഉറുമി എന്ന സിനിമയുടെ സബ് ടൈറ്റിലുള്ള കള്ള ഡിവിഡിയും കണ്ടെടുത്തിട്ടുണ്ട്. ഓഹോ, എങ്കിലേ നേരത്തെ പറയണ്ടേ. കേരള പോലീസിന്റെ മാനം കാത്തു. സമ്മാനമായിട്ട് ഒരു കഥകളി തല വാങ്ങിച്ചു തരട്ടെ. ഹേയ്, അതൊന്നും വേണ്ട. എനിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പോലീസ് യൂണിഫോം തയ്ക്കാനുള്ള ബൾക്ക് ഓർഡർ തന്നാ മതി. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ DGPക്ക് ഫാക്സ് ചെയ്യാം. പുനഃകാളൻ സർ. യെസ് സർ. DGP ഇപ്പോഴും നമ്മുടെ പഴയ ജഗന്നാഥ വർമ്മ സാർ തന്നെയല്ലേ? അതെ അതെ. കേരള പോലീസിന് ഇനിയും ഇതേപോലെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കേ. അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം. സീൻ 35. തയ്യൽക്കാരൻ കമ്മീഷണർ ഓഫീസിൽ നിന്നും സുമതിയെ കാണാൻ ആശുപത്രിയിലേക്ക് ഒരു സെക്കൻഡ്. ഹലോ. ആ, രഘുത്തമനാ സാറേ. പറഞ്ഞോളൂ. ഞാൻ ഒരു മീറ്റിംഗിലാ. അതെ അതെ. വീഡിയോ ഗെയിമാ. അംബുജാക്ഷൻ ഇതിനു മുമ്പ് ഈ കഥ മറ്റേതെങ്കിലും സംവിധായകരോട് പറഞ്ഞിട്ടുണ്ടോ? നായകനെ പട്ടാളക്കാരുടെ തയ്യക്കാരനാക്കി മേജർ രവി സാറിനോട് പറയാനിരുന്നതാ. വേറെ തിരക്കഥ വല്ലതും എഴുതുന്നുണ്ടോ? ഇപ്പൊ 2 പേര് ചേർന്ന് എഴുതുന്നതാണല്ലോ ട്രെൻഡ്. അതുകൊണ്ട് ഞാനും എന്റെ അണ്ണൻ തമ്പിയും കൂടി അമ്പു തമ്പി തായങ്കരി. തായങ്കരി എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ചരിത്രമുള്ള സ്ഥലവും നല്ല സാറേ. പിന്നെ പെൺവാണിഭങ്ങളൊന്നും നടന്ന് സ്ഥലപ്പേര് പത്രത്തിൽ വന്നിട്ടില്ല. അത് കറക്റ്റ്. പ്ലാൻ ചെയ്തിരുന്നു. സാരമില്ല, സംഘടനയേക്കാൾ വലുതല്ലല്ലോ നടൻ. ഓക്കെ സർ, താങ്ക് യു. നായകന്റെ കൂട്ടുകാരനായ പ്ലാൻ ചെയ്ത ഗ്രിഗറിയെ സിനിമാ സംഘടന ബാൻ ചെയ്തെന്ന്. സംഘടനയോട് പറയാതെ അയാൾ അളിയന്റെ കല്യാണ വീഡിയോയിൽ അഭിനയിച്ചെന്ന്. വിലക്കിയ സ്ഥിതിക്കിനെ ഒഴിവാക്കിയേ പറ്റൂ. പേടിക്കണ്ട, ബാനിനൊന്നും തൊടാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ആ റോള് ജയിക്കാം. അംബുജാക്ഷൻ ധൈര്യമായിട്ട് ബാക്കി കഥ പറ. സുമതി, ഈ പേഷ്യന്റിനെ ഒന്ന് എക്സ്റേ റൂമിലേക്ക് ആക്കണേ. അല്ല അതെ, ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി 11:55 ട്രെയിനിന് നമ്മൾ ബോംബെക്ക് ഒളിച്ചോടുന്നു. പതുക്കെ.
അതെ, ബോംബെ കളക്ടർ മിസ്റ്റർ ദാമോദർജി എന്റെ വളരെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. അവൻ നമുക്ക് വേണ്ടി PWD ഗസ്റ്റ് ഹൗസ് വരെ ഒഴിപ്പിച്ചിടും. എല്ലാം ശരിയാക്കിയിട്ട് രാത്രി രഹസ്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. വേണ്ട, ഞാൻ തേക്കടിയിൽ വരാം രാത്രി. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി. അയ്യോ, ഇയാളെന്ത് ചെയ്യും? ബാംബെ ചെല്ലുമ്പോ രണ്ടുപേരും കൂടി മറാത്ത മന്ദിർ തിയേറ്ററിൽ പോയി ഷാറൂഖ് ഖാന്റെ ദിൽവാല ദുൽഹനിയ പടം കാണണം. ഞാനും നിന്റെ അപ്പനും കൂടെ 20 വർഷം മുമ്പ് ബോംബെ ചെന്നപ്പോ കണ്ട പടമാ. ബഡേ ബഡേ ദേശോ മേ ഐസി ചോട്ടി ചോട്ടി ബാത്തേ ഹോത്തി രഹത്തി ഹേ. ടു ബി ഫ്രാങ്ക്, നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്റെ ഡാഡിയും മമ്മിയും തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. ഇനി മോനെ ഡാഡിയും മമ്മിയും ഒക്കെ ഞങ്ങളല്ലേ, അല്ലടി? താങ്ക് യു. മോ വിഷമോ കൂടിച്ചിറക്ക്. ഓ, വേണ്ട അങ്കിൾ. അങ്കിളിന്റെ മുന്നിൽ ഞാൻ കുടിക്കില്ല. നോ, ഐ കാണ്ട്. വാവ്, മ്യൂസിക്. അതാ ഊര് തണ്ടിയാ. നീലം വീട് വിറ്റ് പോയെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇവിടുത്തെ പഴയ താമസക്കാരനെ കാണാനാ. എന്റെ ഒരു സന്തോഷത്തിന് മോനൊരെണ്ണം കഴിക്കണം. അതിൽ കുറച്ചുള്ള ബഹുമാനൊക്കെ തന്നാ മതി. ആക്ച്വലി യു നോ, ഓൺലി വൺ പെഗ്. കം ഓൺ. യാ, ഇറ്റ്സ് എ പ്ലഷർ. ഈ ടച്ചിങ്സിന് കുറച്ച് പിക്കിൾസ് കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ കുട്ടിയെ? നീ എവിടേക്ക് ഓളെ സുമതി, ആ ലവലോലിക്ക പിക്കിൾ കുറച്ചും എടുത്തോ. പിക്കിൾ അവളിട്ടതാ. കുടുംബശ്രീയിൽ അച്ചാറിടുന്നതിൽ അവളെ ഫസ്റ്റ്. ഓളെ സുമതി, സുമതി, ലവലോലിക്ക പിക്കിൾ എടുത്തു കൊടുക്ക്. ഇപ്പോ സെർവ് ചെയ്യാൻ മടിയാണെങ്കിൽ വേണ്ട, ഇനിയും ടൈം കിടക്കുകയല്ലേ. സെർവ് ചെയ്യാതിരിക്കാൻ മോൻ അനിയനല്ലോ. വേണ്ട അങ്കിൾ, പിക്കിൾ കഴിച്ചാൽ എക്കിൾ എടുക്കും. വിളമ്പി കൊടുക്കടി. ഇല്ല. എന്താ കുട്ടിയത്? ആ മോൻ വെറും ഒരു അതിഥിയല്ലോ. നാളെ നിന്നെ വേളി കഴിക്കാൻ പോണ ആളാ. പെൺകുട്ടിക്ക് ഇത്ര നിൽക്കാനും പാടില്ല കേട്ടോ. അതെ, നിന്റെ മനസ്സിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എങ്കിൽ കേട്ടോ, എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അത് നടക്കില്ല. അങ്കിൾ കൊക്കിനെയും വളർത്തുന്നുണ്ടോ? എന്ത് എനിക്ക് അറിയിട്ടല്ല. കല്യാണം ഉറപ്പിച്ച പെണ്ണായി പോയി. I can manage. Of course, you carry on. Oh, thank you. Buddy. Yeah. എന്താണ് സുമതിയുടെ പ്രോബ്ലം? എന്നോട് പറഞ്ഞോളൂ. I am very open. See, കുട്ടിയുടെ വെർജിനിറ്റി 8ാം ക്ലാസ്സിൽ വെച്ച് കളഞ്ഞു പോയെന്നോ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയെന്നോ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്കില്ലാത്തത് ഞാനും പ്രതീക്ഷിച്ചു കൂടല്ലോ. മാരേജ് എങ്കിൽ മാരേജ്, അതല്ല ലിവിങ് ടുഗദർ എങ്കിൽ അങ്ങനെ. ഐ ആം റെഡി ഫോർ എനിത്തിങ്. മാത്രമല്ല, ഐ ലൈക്ക് നഴ്സസ് ബിക്കോസ് nurses like to do night duty. Wow.
മുഖത്ത് ശുണ്ഠി വരുമ്പോഴാണ് സുമതിയെ കാണാൻ കൂടുതൽ സൗന്ദര്യം. ഈ ബ്യൂട്ടി ഞാനൊന്ന് പകർത്തിക്കോട്ടെ. ദയവായി എന്റെ പിന്നാലെ വരരുത്. ഞാനൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. പ്ലീസ്. ധിക്കാരം പറയുന്നു. ഇന്നും നിന്നെ ഞാൻ അങ്കിൾ ലെറ്റ് മീ സേ. എന്തായി കാട്ടുന്നത്? അച്ഛാ പ്ലീസ്. അച്ഛാ ഞാൻ പറയുന്നത് കേൾക്കട്ടെ പ്ലീസ്. പ്ലീസ്. കാശിന് വകയില്ലാത്തൊരു തയ്യൽക്കാരൻ നിന്റെ മനസ്സിൽ. ഡേ, ഒരു കോടീശ്വരനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെങ്കിലേ കല്യാണം നടത്താൻ എനിക്കറിയാം. അല്ല പിന്നെ നിന്റെ നേഴ്സിംഗ് പഠിത്തം കൊണ്ടുവരാൻ തീർന്നു. ഇനി മുറി വിട്ട് പുറത്തിറങ്ങി എനിക്കത് കാണണം. എല്ലാ സിനിമയിലെയും സങ്കടം വരുന്ന നായികമാരെ കൂട്ട് സുമതി ലൈറ്റ് ഓണും ഓഫും ആക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊന്നും അറിയാതെ പാവം തയ്യൽക്കാരനും പുതിയ കൂട്ടുകാരനും. ഇടവേള. ഇത് പോരംബുജാക്ഷ. ഇന്റർവെലിന് കുറച്ചുകൂടെ പഞ്ച് വേണം. കൊഞ്ച് പോരെ? കൊഞ്ചു കൊള്ളാലോ. ഹലോ, ഇപ്പോഴോ? ഞാൻ പടത്തിന്റെ ഡിസ്കഷൻ ഇരിക്കുകയാണല്ലോ. ചെയർമാൻ വന്നോ? ഓക്കെ ഓക്കെ, ഞാനിപ്പോ വരാം. അതെ, ഞാൻ ഈ അവാർഡ് ജൂറി അംഗമാണേ. പടം കാണാൻ ജൂറി ചെയർമാൻ വന്നിട്ടുണ്ട്. ഒന്ന് തല കാണിച്ചിട്ട് പടം തുടങ്ങുമ്പോ ഞാൻ ഈ വന്നേ. ഓ ആയിക്കോട്ടെ. ജോപ്പ് സാറേ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത്. വിത്ത് പ്രഷർ കമ്മിങ്. അംബുജാക്ഷ, എന്തായാലും ഇന്റർവെൽ പഞ്ചിത് പോരാ. സുരേഷ് ഗോപി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരുത്തനും പെട്ടെന്ന് മൂത്രം വരാത്ത തരത്തിൽ ഒരു നിർത്ത്. തിരക്കൊന്നും വേണ്ട, സമയമെടുത്ത് ആലോചിച്ചു. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. ഓക്കെ ജോപ്പ സാർ വരൂ. അംബിയാഷ, ഐജിയ ഇടുക്കി ഗോൾഡ് ഭാവന ഇങ്ങനെ ഒഴുകി 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 വരും. എത്രയെത്ര ന്യൂ ജനറേഷൻ സിനിമകളാണെന്നറിയോ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. പിടി പിടി പിടിച്ചോ. ജോബ് സാറേ, ഒരു മിനിറ്റ്. ഈ പടത്തിൽ എനിക്കും ചെറിയൊരു വേഷം ചെയ്യണം. നടനായിട്ട് ചെമ്മീൻ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാനാ. പിടിപ്പിച്ചോ. സമയം രാത്രി 12:30. കൂരാകൂരിരുട്ട്, എങ്ങും നിശബ്ദത. പെട്ടെന്ന് ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ കോരിച്ചൊരിയുന്ന മഴ.
വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ചുവന്ന സാരി ഉടുത്ത സുമതി കയ്യിലൊരു ബാഗുമായി കവലയിലെത്തി തയ്യൽ കടയുടെ കതകിൽ തട്ടുന്നു. ഈ സമയം സുമതിയെയും പ്രതീക്ഷിച്ച് തയ്യൽക്കാരൻ അവിടെ തന്നെ ഉണ്ടാകുമോ? അതോ സുമതിക്ക് അവിടെ അപ്രതീക്ഷിതമായി വല്ലതും സംഭവിക്കുമോ? പ്രേക്ഷകരെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇടവേളയ്ക്ക് വിടാം. സുമതി 3 തവണ തയ്യൽ കടയുടെ കതകിൽ മുട്ടുന്നു. 1, 2 തവണയും മുട്ടുന്നു. 3 തവണ മുട്ടുന്നു. ആരാ? എന്താ അംബുജാക്ഷ ഇത്? കഥ തോർക്കാൻ എത്ര താമസം? എന്തൊരു മഴയത്! അയ്യോ, കറണ്ടുമില്ല. ആ സ്റ്റെപ്പ് മൊത്തം കയറണം. അതിന്റെ കൂടെയാണ് പേടിപ്പിക്കുന്ന ഇടിയും വേണ്ടല്ലോ. മതിയായി. എന്തൊരു കഷ്ടം അത്. സുമതി സുമതി സുമതിയാണെന്ന് വിശ്വാസമായിട്ടില്ലല്ലേ? കഥാപാത്രം ആയതുകൊണ്ട് തെളിയിക്കാൻ ആധാർ കാർഡൊന്നുമില്ല. കഥാപാത്രം ലോഹിതദാസ് പറഞ്ഞിട്ടില്ലേ, തനിയാവർത്തനത്തിലെ ബാലമാഷ എന്ന കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഥയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടാറുണ്ടെന്ന്. കഥാപാത്രം ഇറങ്ങിയെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് തുർക്കിയിൽ ഒരു മ്യൂസിയം തന്നെ പണിതിട്ടുണ്ട് എഴുത്തുകാരൻ പാമുക്ക്. മാമുക്കോയല്ല, പാമുക്ക്. നോബൽ സമ്മാനം കിട്ടിയ വിദേശ എഴുത്തുകാരനാ. കഥാപാത്രത്തിന് ഇവിടെ എന്താ കാര്യം? എന്റെ കുറച്ച് വിയോജിപ്പുകൾ അറിയിക്കാൻ. എന്ത് വിയോജിപ്പ്? അംബുജാക്ഷന് അല്പമെങ്കിലും മനസാക്ഷിയുണ്ടോ? 19കാരിയായ ഒരു കന്യകയെ അർദ്ധരാത്രിയിൽ കവലയിൽ തനിച്ചു നിർത്തി ഇടവേളയ്ക്ക് വിടൂ? അതും കേരളം പോലൊരു സംസ്ഥാനത്ത്. അംബുജാക്ഷൻ ഇരിക്കി. തയ്യൽ കടയിലെത്തിയ ഞാൻ 3 വട്ടം കഥകൾ മുട്ടി. എന്നിട്ട് അംബുജാക്ഷൻ ബാക്കി കഥ പറ. കവലയിൽ അപ്രതീക്ഷിതമായി എനിക്ക് എന്ത് സംഭവിക്കും?
കവലയിൽ മഴ നനഞ്ഞു നിന്ന സുമതിയെ ആ ദുർബല നിമിഷത്തിൽ കുറെ പേർ ചേർന്ന് കടന്നു പിടിച്ച്. അശ്ലീലം. സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട എഴുത്തുകാരല്ലേ നിങ്ങൾ? എഴുത്തുകാർക്ക് എന്താ അശ്ലീലം പാടില്ലേ? അശ്ലീലം എഴുതാത്ത ലോകത്തിലെ ഏക പുസ്തകം ടെലിഫോൺ ഡയറക്ടറി മാത്രമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്ന രാജ്യമാണ്. പക്ഷെ അവിടുത്തെ സിനിമയിൽ മാത്രം അത് പറ്റത്തില്ല. അല്ല, അഹമ്മദാബാദിൽ നിന്ന് ഫാഷൻ ടെക്നോളജി പഠിച്ചു വന്ന ആളെങ്ങനെയാ വെറും ഒരു തയ്യക്കാരനായിട്ട് ഇവിടെ? വെറും ഒരു തയ്യൽക്കാരനോ? തയ്യൽ എന്താ മോശം പണിയാണോ? അച്യുതാനന്ദൻ വരെ തയ്യൽക്കാരനായിരുന്നില്ലേ? അല്ല, അങ്ങനെയല്ല, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. സംശയം ഉണ്ടാവാതിരിക്കാൻ സിനിമയുടെ തുടക്കത്തിൽ അത് പറയും. എങ്ങനെ? ദുരൂഹതകളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടുമായാണ് തയ്യൽക്കാരൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. അളവ് തെറ്റി ബ്ലൗസ് തയ്ച്ചതിന് നാട്ടുകാർ കല്ലെറിഞ്ഞോടിച്ച ടൈലർ ഭാസിയുടെ മകൻ കണക്ക് തീർക്കാനെത്തിയതാകും എന്നെല്ലാവരും കരുതി. മേമനയിലെത്ത വാമനൻ നമ്പൂതിരിക്ക് അടിച്ചുതളിക്കാരി ജാനുവിലുണ്ടായ ജാരസന്ധതി പകരം വീട്ടാനെത്തിയതാണെന്ന് പിന്നീട് കരുതി. പ്രമാദമായ കേസ് തെളിയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വേഷം മാറിയെത്തിയ സിഐഡിയാണെന്നും വിചാരിച്ചവരുണ്ട്. മുടങ്ങിക്കിടക്കുന്ന അക്കരക്കാവിലെ ഉത്സവം നടത്താൻ തിരുവാഭരണവുമായി എത്തിയ തമ്പുരാനാണോ എന്നും സംശയിച്ചു. പേടിയുണ്ടോ സഖാവെ ഒരു തീപ്പറ്റിയെടുക്കാൻ ഒളിവിൽ താമസിക്കാനെത്തിയ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നും ധരിച്ചു. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ് എന്ന് ഡയലോഗ് വിട്ട് അച്ഛനും അമ്മയുമായി പിണങ്ങിപ്പിരിഞ്ഞ ന്യൂ ജനറേഷൻ നായകനാണെന്നും വിചാരിച്ചു. മലയാളക്കരയിൽ വന്ന് ബംഗ്ലാവ് പണിത് ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാമെന്ന് മരണക്കിടക്കയിൽ വെച്ച് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വന്നതാണെന്ന് മനസ്സിലായതോടെ തയ്യൽക്കാരൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി. എന്നിട്ടാ കണ്ണിലുണ്ണി എവിടെ പോയി? ഞാൻ കവലെ ചെന്നപ്പോ മൂലക്കുരു ഒരു മരുന്ന് വാങ്ങാൻ പോയിരുന്നു. കൊള്ള, മലയാള സിനിമയിലെ നായകനോ ഈ അസുഖം? ഞങ്ങളെപ്പോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരുന്നതാ ഈ അസുഖം. കഥാപാത്ര സൃഷ്ടിയോട് സത്യസന്ധത കാണിച്ചതാ. നായകനായ ഷുഗറോ കൊളസ്ട്രോളോ പോയിട്ട് ഗ്യാസ് ട്രബിൾ പോലും പറ്റില്ല അംബുജാക്ഷ. എന്നാൽ ആധുനിക മനഃശാസ്ത്രത്തിൽ ലോക പ്രശസ്തങ്ങളായ പ്രബന്ധങ്ങൾ എഴുതാൻ പോയെന്നോ ഒറ്റ രാത്രി കൊണ്ട് ധാരാവി ഒഴിപ്പിക്കാൻ മുംബൈക്ക് പോയെന്നോ പറയാം. അർദ്ധരാത്രിയിൽ എനിക്ക് അപ്രതീക്ഷിതമായി എന്ത് സംഭവിച്ചുവെന്ന് അംബുജാക്ഷൻ ഇതുവരെ പറഞ്ഞില്ല. സുമതി, സുമതി മോളെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നെ ഇനി അന്വേഷിക്കണ്ട. എന്റെ പ്രിയനോടൊപ്പം, എന്റെ പ്രാണപ്രിയനോടൊപ്പം ജീവിക്കാൻ ഞാൻ പോവുകയാണ്. അമ്മ ഇത് വായിക്കുമ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന ചായ ഗ്ലാസ് സ്ലോ മോഷനിൽ താഴെ വീണ് പൊട്ടുമെന്നും അമ്മയ്ക്ക് വിഷമാവുമെന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അമ്മ വിഷമിക്കരുത്. തയ്യൽ കടയിൽ ഇരിക്കാമായിരുന്നെങ്കിലും ടെൻഷൻ കൂട്ടാൻ ഇവരെ 15 നില കെട്ടിടത്തിന്റെ മുകളിലാണ് ഇരുത്തേണ്ടത്. താഴെ എങ്ങനെ നിക്കാൻ വയ്യായിരുന്നോ? സ്റ്റെപ്പ് കയറി എന്റെ പണി തീർന്നു. ഇതെന്താ അമൽ നീരജിന്റെ സിനിമയൊന്നുമല്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സുമതി വീട്ടിലെങ്ങും ഇല്ല. നിങ്ങളുടെ പ്ലാൻ മണത്തറിഞ്ഞ വിറക് വീട്ടുകാരൻ അവളെ എങ്ങോ മാറ്റിയെന്ന് തോന്നുന്നു. അമ്മയെ കണ്ട് സംസാരിക്കാനും പറ്റിയില്ല. ആ പൊട്ടൻ അവിടെ കാവലുണ്ട്. നമുക്കൊരു ഒളിച്ചോട്ടൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? അയ്യേ, ഞാനെങ്ങുമില്ല. ഇടവേള മുതൽ ആള് മാറുന്നു ഞാൻ അറിഞ്ഞോ? അയ്യോ, ഇതെവിടെ പോകുന്നു? പ്രേമം ഞാൻ
മോർണിംഗ് പോട്ടൻ. അങ്കിൾ ബിസിയാണോ? ഹേയ് അല്ല, മോനെന്താ രാവിലെ ഇത് വഴി? ലോകത്തെവിടെയാണെങ്കിലും ഏർലി മോർണിംഗ് ഞാൻ ജിമ്മിൽ പോയിരിക്കും. അങ്കിൾ വഴി സുമതി സുമതിയോടെ പോയി. മോൾ ആധാർ കാർഡ് കൊണ്ട് ഗ്യാസുമായി ബന്ധിപ്പിക്കാൻ പോയിരിക്കല്ലേ, ഇപ്പോഴെങ്ങും വരില്ല. ജോസ്. യെസ് ബോസ്. യെസ്റ്റർഡേ ഡിന്നർ കഴിഞ്ഞ് ഒരു മിഡ് നൈറ്റ് ഡ്രൈവിന് പോകാൻ തോന്നിയത് നിങ്ങളുടെയും സുമതിയുടെയും ഭാഗ്യം. ഇല്ലെങ്കിൽ മീഡിയയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സെൻസേഷണൽ ന്യൂസ് കൂടി കിട്ടിയേനെ. ഇനി മുഹൂർത്തമൊന്നും നോക്കണ്ട, എല്ലാം ഞാൻ തന്നെ ഉറപ്പിച്ചു. മാരേജ് ഡേ ആഫ്റ്റർ ടുമോറോ ഏർലി മോർണിംഗ്. years സുമതിയെ വളച്ച് നിങ്ങൾക്ക് 2 nights കൂടി സുരക്ഷിതയായി കീപ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇസ് ഇറ്റ് ഓക്കെ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ മിസ്റ്റർ വിറക്ക് വെട്ടുകാരൻ. ഐ ക്യാൻ മാനേജ്. സിയ സുമതി എഴുതുന്നത്, ഞാൻ വീട്ടുതടങ്കലിലാണ്, രക്ഷിക്കണം. PTO. താക്കോൽ മുത്തശ്ശന്റെ ഫോട്ടോയുടെ പുറകിലുണ്ട്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് ഒഫീഷ്യൽ ലെറ്ററിലാണ് 5ാം ക്ലാസ്സിൽ പഠിച്ചത്. ലവിങ്ലി. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള കള്ളനോട്ടല്ലെങ്കിൽ, രാമോഹൻ സിംഗിനെ പോലുള്ളവർ എല്ലാ ദിവസവും വില കുറച്ചിട്ട് നിന്റെ മാനം പോയിട്ടില്ലെങ്കിൽ, ഒരു ഹംസമായി എന്റെ പ്രാണനാഥന്റെ അടുത്തേക്ക് പറന്നു ചൊല്ലു. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത, അല്ല ഇതുവരെ ഒരു 100 രൂപയും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയെല്ലാം ഈ 100 രൂപ സഞ്ചരിക്കുന്നു. ഈ കവലക്കെന്താ ഒരു മാറ്റം? വല്ല സംഘടനയോ മറ്റോ നടക്കാൻ പോവാന്നോ? ആശനെ, പുളിങ്കൊമ്പ് കിട്ടിയ പിടിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ? എല്ലാ ഗംഗമാരുടെ മനസ്സിലുണ്ട് ഒരു നാഗവല്ലി. അതെ, എന്നോട് മുഖം വെറുപ്പിച്ചിട്ട് കാര്യമില്ല, സുമതിയോട് തന്നെ ചെന്ന് ചോദിക്കേ.
Hi, Taylor. Nice to meet you. ബക്കിംഗ്ഹാം പാലസിൽ ക്വീൻ എലിസബത്തിന്റെ ഹെഡ് നഴ്സ് ആക്കിയുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ഹാൻഡ് ഓവർ ചെയ്തതോടെ ഹാപ്പിയായ സുമതി മാരേജിന് റെഡി. ഈ തേർഡ് വേൾഡ് കൺട്രിയിൽ ഒരു തേർഡ് റേറ്റിനെ മാരി ചെയ്ത് സ്ട്രഗിൾ ചെയ്യാനല്ല, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ ജീവിക്കുവാനാണ് സുമതിയുടെ യോഗം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മിസ്റ്റർ തയ്യൽക്കാരനുണ്ടെന്ന് ഞാൻ കരുതുന്നു. ജോസ്? യെസ് ബോസ്. മൈ മാരേജ് ഇൻവിറ്റേഷൻ. ഓക്കെ, എന്റെ ബാച്ചിലർ പാർട്ടിക്കും ഇൻവൈറ്റ് ചെയ്തു. ഇത് അവാർഡ് ജൂറിക്ക് വേണ്ടിയാണ്. തയ്യൽക്കാരന്റെ ജീവിതാവസ്ഥ സിംബോളിക്കായി കാണിച്ചെന്നും പറഞ്ഞ് ഇല്ലാത്ത അർത്ഥങ്ങളുണ്ടാക്കി അവാർഡ് തരും. ശശിയണ്ണ, കാറ് പോയണ്ണ. ഓ, ഒരിക്കലും വെറുതെ ആയി പോയല്ലോ. ഒരു സംഘടനം നടത്താൻ പോലും കഴിവില്ലാത്ത നായകനും വില്ലനും. പെന്തിയണ്ണ, ആ ഒരു പണിയുണ്ട്. കണ്ടോ, രാവണൻ വന്ന് സീതയെ കൊണ്ടുപോയി. രാമൻ ഒരു അനക്കല്ലല്ല. അയ്യോ, സമാധാനം. സൂപ്പറാണ്, അടിപൊളി. പോട്ടെ സാർ. ഈ കളി ശരിക്കും ഉണ്ടോ? ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേണ്ടായിരുന്നു. സോ നാളത്തെ കല്യാണം നടക്കാൻ പാടില്ല. അതുകൊണ്ട് UK കാരന്റെ ബാച്ചിലർ പാർട്ടിക്ക് ബ്രോ പോണം. യു മസ്റ്റ് ഗോ. ബ്രോയ്ക്ക് സുമതി അത്ര വിശ്വാസമുള്ളത് കൊണ്ടും സുമതി ഇപ്പൊ എവിടെയാണെന്നുള്ളത് അറിയാത്ത സ്ഥിതിക്കും വി നീഡ് സം മോർ ടൈം. നമ്മൾ കെയർഫുള്ളായി നീങ്ങണം. പിന്നെ കാണാൻ സർ. ഇത് ബാച്ചിലർ പാർട്ടിക്ക് UK കാരന് കൊടുക്കാനുള്ള വിവാഹ സമ്മാനമാണ്. ഇത് നല്ല ഏർപ്പാടായല്ലോ. ഇപ്പൊ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കർ ദ റാസ്കൽ എന്ന സിനിമയുടെ കള്ള DVD ആണിത്. ഈ ഗിഫ്റ്റ് കൈമാറുന്ന നിമിഷം ആന്റി പൈറസി ആക്ട് അനുസരിച്ച് കേരള പോലീസ് UK കാരൻ റാസ്കലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കും. ഇനി 2 ദിവസം കോടതി അവധിയായതുകൊണ്ടും ജഡ്ജി ഹിമാലയത്തിൽ പോയതിനാലും ജാമ്യം കിട്ടില്ല. ഇത് താണ്ട കേരള പോലീസ്. ഡോണ്ട് വറി ബ്രോ, ലീവ് ഇറ്റ് ടു മീ. ഡിയർ ഫ്രണ്ട്സ്, ബാച്ചിലർ ആയിട്ടുള്ള എന്റെ ലാസ്റ്റ് നൈറ്റ് ആണിത്. നാളെ പുതിയ ജീവിതത്തിന്റെ ഫസ്റ്റ് നൈറ്റും. ഈ നൈറ്റിൽ എന്റെ സന്തോഷത്തിൽ പങ്കുചേർന്ന് വിദേശ നിർമ്മിത ഫോറിൻ ലഹരി നുകരാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Let's dance! വണ്ടി പിടിച്ചോ. ഇറങ്ങിക്കോ. എങ്ങോട്ടാ? അകത്തേക്ക്. ഇവിടെ തന്നെ നിന്നാ മതി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ ഈ കുരുവി കരയുന്ന പോലെ ഒരു സിഗ്നൽ തന്നാ മതി. ഓക്കെ? ഒന്ന് കരഞ്ഞേ. കുരുവി കരയുന്നല്ലേ? ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. விறகு வெட்டுக்காரா, உன்னை மூக்கொண்டு ஏட்சா இன்னா இக்கா இட்டா
മരപ്പിക്കും. സുമതി, വേഗം പോവാം. ട്രെയിനിന് സമയമായി. വേഗം വാ. പേടിക്കണ്ട, ഞാൻ തന്നെയാ കുട്ടിയെ അടുക്കള പാതി തുറന്നിട്ടത്. കുട്ടി വരൂന്ന് എനിക്കറിയായിരുന്നു. അമ്മേ, ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്കോ കിട്ടിയില്ല. എന്റെ മോക്കെങ്കിലും അത് കിട്ടട്ടെ. അമ്മമാരായ ഇങ്ങനെ വേണം. പോകാം. ശരി ശരി. വേഗം വേഗം വാ. പിടിച്ചിട്ടു. Many, many happy. Returns of the day. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. கவலைப்படாதடா, நாங்க ஒவ்வொருத்தரா தான் அடிக்க போறோம். உன்னைய யாரா ஹீரோ கிட்ட அடி வாங்க போறது? പോ മച്ചാൻ. എത്ര ടെൻഷൻ ആയാലും വാച്ചൂരി മുഷ്ടി ചുരുട്ടാനുള്ള സമയം സംവിധായകൻ നായകന് കൊടുക്കണം. டேய் நீ போடா. டேய் நீ ஆச்சு போடா. நீ பொத்தல. ஐயோ പറയുന്നത് ഞാൻ അനുസരിക്കാം. ദയകാരണം ഒന്നും ചെയ്യില്ലെന്ന് പറ. പ്ലീസ്.
എനിക്ക് സമ്മതം. ഒന്ന് പറ അച്ഛാ, പ്ലീസ് പ്ലീസ് പറ അച്ഛാ, പ്ലീസ്. ഗണേശ കൊല്ലണ്ട. ഓടി, ഓടി. സുമതി കേരളത്തിൽ സൂര്യനെന്ന് പതിവിലും വിഷമത്തോടെയാണ് ഉദിച്ചുയർന്നത്. നിങ്ങളോട് നിൽക്കണോ? അകത്ത് ഇരിക്കും. നമസ്കാരം. നമസ്കാരം. കല്യാണം പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം, രണ്ടും ഇടവിട്ടിടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. എൻഡോസൾഫാനെതിരെയുള്ള പടമാണെന്നും പറഞ്ഞ് സ്പിരിറ്റിനും ഹവോൾഡാറിയനും കിട്ടിയതുപോലെ വിനോദ നികുതി ഇളവും മേടിക്കാം. കാച്ചിയ പാലിൽ എൻഡോസൾഫാൻ കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. തയ്യൽക്കാരന്റെ ശവദാഹത്തിന് പോകാൻ UK-കാരൻ സമ്മതിച്ചിരുന്നോ? ആന്റി, തയ്യക്കാരനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നേനെ? ചായ. വിത്തൗട്ട് ഇവിടെ എങ്ങും കിട്ടാനില്ല. നിങ്ങളുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കാര്യം. ആരാണിത്? ഇവളിങ്ങനെ കുറച്ച് സമയം കിട്ടിയാ മതി, അപ്പൊ കഥ പറഞ്ഞു തുടങ്ങും. പ്രധാനമന്ത്രിക്ക് കോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ അഹമ്മദാബാദിലേക്ക് പോവാ. ഓഹോ, അത് കൊള്ളാം. കുട്ടി നേരത്തെ എന്താ ചോദിച്ചത്? നോക്കട്ടെ. നിങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തയ്യൽക്കാരൻ മരിച്ചില്ല. തയ്യൽക്കാരൻ എൻഡോസൾഫാൻ കഴിച്ചത് ശരിയോ തെറ്റോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എൻഡോസൾഫാൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, പിന്നെ PC ജോർജും സ്ഥിരം ചർച്ചാ തൊഴിലാളികളും. ഇപ്പോൾ കിട്ടിയത് തായങ്കരിയിലെ തയ്യൽ തൊഴിലാളി സംഘടനയായ തങ്കമ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. മംഗലശ്ശേരി നീലണ്ട് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു ചെറിയ ഇടവേള. തയ്യക്കാരന് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് വേണം. ബോംബെ O പോസിറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഹാഫ് ആൻ അവറിൽ ഡോണർ എത്തിക്കണം. ഓക്കെ, ക്യൂ. ഭാഗ്യം
ഹീറോ വിഷം കഴിച്ചത് നന്നായി, ഇല്ലെങ്കിൽ വായിക്കൊള്ളാത്ത ഒരു അസുഖത്തിന്റെ പേര് പറയേണ്ടി വന്നേനെ. അതെ അതെ, മണി ഓർഡർ അല്ലേ? മണി തിരിച്ചു ഓർഡർ അല്ല, കത്താ നിനക്ക്. ആ ഇന്നത്തെ കാലത്ത് ആരാ കത്തെഴുതുന്നത്? പോളിറ്റ് ബ്യൂറോ ഹൈക്കമാൻഡ് അല്ലാണ്ട്. കൂട്ടുകാരാ, ടെലഗ്രാം അടിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴാ അതും നിരോധിച്ച വിവരം അറിഞ്ഞത്. ഈ സിനിമയെന്ന് എന്നെ ബാൻ ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ഒരു രഹസ്യം എന്റെ കയ്യിലുണ്ട്. തയ്യൽക്കാരന് സുമതിക്കും ബോംബെ O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണെന്നുള്ള രഹസ്യം. സംഘടനയെ സ്വാധീനിച്ച് എന്റെ ബാൻ മാറ്റിത്തരാമെങ്കിൽ ഈ രഹസ്യം വെളിവാക്കി അതിന്റെ ഫുൾ ക്രെഡിറ്റും കൂട്ടുകാരനെ എടുത്തോളൂ. കല്യാണം, പാല് കാച്ചൽ, കല്യാണം. സിനിമ മെലോ ഡ്രാമയിൽ നിന്ന് മാറി റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ കഥ പറയുന്നത്? കഥ എങ്ങനെ പറയണമെന്ന് എഴുത്തുകാരനാ തീരുമാനിക്കുന്നത്, കഥാപാത്രങ്ങളല്ല. താരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കഥ മാറ്റി എഴുതൂലോ, പിന്നെന്താ? അത് പീറ തിരക്കഥാകൃത്തുക്കള്. ഞങ്ങള് നോവലിസ്റ്റുകൾ കേൾക്കത്തില്ല. തകഴി അങ്ങനെ കേട്ടിരുന്നേ ചെമ്മീനിലെ കറുത്തമ്മ ഹരികൃഷ്ണൻസിലെ പോലെ പളനിയെയും പരീക്കുട്ടിയെയും ഇടത്തും വലത്തും നിർത്തി തുളസിയിലേട്ടേനല്ലോ. എഴുത്തുകാരന്റെ തോന്നിയാസ്ത്രം നിൽക്കാൻ എനിക്ക് മനസ്സില്ല. ജീവിതവും സത്യവും ഇല്ലാത്ത ഈ സിനിമയിൽ ഇനി സുമതിയില്ല. അതെങ്ങനെ ഇല്ലാതാവും? ഞാൻ എഴുതിയാൽ സുമതി അഭിനയിച്ചല്ലേ പറ്റൂ. എഴുത്തുകാരന്റെ കഥാപാത്രം അനുസരിച്ചാലല്ലേ. കഥയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാലോ? ഇറങ്ങിപ്പോവാനോ? എഴുത്തുകാരന്റെ അനുവാദമില്ലാതെയോ? ആത്മഹത്യ ചെയ്യാൻ എഴുത്തുകാരന്റെ അനുവാദം വേണ്ടല്ലോ. എഴുത്തുകാരനായിട്ടുള്ള ആശയ സംഘടനത്തിൽ രക്തസാക്ഷിയാകുന്ന ആദ്യ കഥാപാത്രമായി സുമതിതായി ഇവിടെ അവസാനിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എഴുത്തുകാരന്റെ വലിപ്പം? കഥാപാത്രത്തെ വരച്ച വരയിൽ നിർത്തും. ഇങ്ങനെ കഥാപാത്രം വന്ന് കഥ ഇഷ്ടപ്പെട്ടില്ലെന്നും കഥയിൽ നിന്ന് ഇറങ്ങിപ്പോവാണെന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ എത്ര മലയാളം അവിടെ ഇറങ്ങും? 5 അതോ 6? കഥാപാത്രത്തിന് കഥയിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എല്ലാം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും എഴുത്തുകാരനാണ്. അതൊക്കെ എന്തിനാണെന്ന് സുമതി കണ്ടോ? കല്യാണ മണ്ഡപത്തിലേക്ക് ഓടി വരുന്ന കൂട്ടുകാരൻ. നമസ്തേ സുമതി. ഐ ആം വെരി സോറി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. ശരീരം 95% തളർന്നു. വിഷത്തെ കളപാടമായത് തമിഴ്നാട്ടിൽ നിന്നുള്ള മായം ചേർത്ത പാലാണ്. ഇനി ഒരു മിറാക്കിൾ സംഭവിച്ചാലേ. ഐ ആം വെരി സോറി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. അത് ഞാൻ പറഞ്ഞതാ. ഐ ആം വെരി സോറി. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഡോണറാണ് ഡോക്ടർ. ഓ ദെൻ കം ഓൺ ക്വിക്ക് പ്ലീസ്. വേഗം ചെല്ല്.
മിനിറ്റ്. എന്താ എന്ത് വേണം? ആരാ നിങ്ങൾ ഇങ്ങോട്ട് കടത്തിവിട്ടെ? താലി കെട്ടു മോനെ. മുഹൂർത്തം തീരെ 2 മിനിറ്റേ ഉള്ളൂ. ഗട്ടി വേണം. ഇല്ല, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഈ തയ്യക്കാരന്റെ മാത്രമായിരിക്കും. എന്നെ ജീവൻ രക്ഷിച്ച ആളാ. നോക്കി നിൽക്കാതെ കെട്ടണ മോനെ താലി. Stop it. അങ്കിൾ, യെസ്, ഫേസ്ബുക്ക് ലൈക്കുകൾ നമുക്ക് വില കൊടുത്തു വാങ്ങാം, 2Gയും 3Gയും വാങ്ങാം. ബട്ട് ലവ് പണം കൊടുത്തോ പൗണ്ട് കൊടുത്തോ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് ഒരാൾക്ക് മറ്റൊരാളോട് സ്വയം തോന്നണം. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ മാരി ചെയ്യേണ്ടത്. പരസ്പരം സ്നേഹിച്ചത് ഇവരാണ്, ഒന്നിക്കേണ്ടതും ഇവരാണ്. Made for each other. All the best. അല്ല, അപ്പം ബ്രോക്കർ ക്ലാസ്സിൽ പോയോ? മറന്നു. കൊച്ചേ, ക്ലൈമാക്സ് കഴിഞ്ഞു. ഇപ്പൊ കഴിയും, വേഗം ചെല്ലു സാർ. താങ്ക് ഗോഡ്, ക്ലൈമാക്സ് എനിക്ക് കലക്കണം. അനാഥനാണ് ഞാൻ സഹിക്കും, ജാതി എനിക്ക് പ്രശ്നമല്ല. പക്ഷെ 4 കാശിന് വകയില്ലാത്ത തയ്യക്കാരനെ കൊണ്ട് ഇവിടെ ഞാൻ കെട്ടിക്കില്ല. എക്സ്ക്യൂസ് മീ. ഇതാര്? ഓ മൈ സൺ. മോനെ, ഐ എം സോറി, റിയലി ഐ എം സോറി മൈ ഡിയർ സൺ. സുമതി അല്ലേ? സി മിസ്റ്റർ വെറുവെട്ടുകാരൻ, 4 കാശിന് വകയില്ലാത്തവനാണ് ഈ കിടക്കുന്ന എന്റെ മകനെന്ന് താൻ കരുതിയോ? ഇവൻ തിരിച്ചയച്ച മണി ഓർഡറുകൾ മാത്രം മതി 1 ഡസൻ വരിക്കാശ്ശേരി മനകൾ വാങ്ങിക്കാൻ. ലുക്ക് മിസ്റ്റർ, സിംഗപ്പൂരിൽ ഞാൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ഇനി ഇവന്റെയും കൂടെയാണ്. 250 കോടിയുടെ ആസ്തിയുണ്ട് ഇന്നിവന്. സുമതിയെ സ്വന്തമാക്കാൻ അത് മതിയോ? അതിൽ കൂടുതൽ വേണമെങ്കിൽ മാത്രം എനിക്ക് 2 മിനിറ്റ്സ് ടൈം തരണം. സിംഗപ്പൂർ എയർലൈൻസിന്റെയും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ഒക്കെ മുതലാളിമാർ അവരുടെ പെമ്മക്കൾക്ക് വേണ്ടി കുറെ ക്യൂ നിന്നതാ ഇവന് വേണ്ടി. മിസ്റ്റർ വെറുവെട്ടുകാരൻ, കാലമൊക്കെ മാറി, പിള്ളേരുടെ ഇഷ്ടമല്ലേ വലുത്. ഇതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. അതെ, ബ്രോക്കർ ക്ലാസ് പോയിട്ട് എനിക്ക് വിഷമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞല്ലേ, അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താലില്ലേ? വെറുകെട്ടുകാരൻ തന്നെ. സുമതി, നോക്ക്, പോവാ. बड़े बड़े देशों में ऐसी छोटी छोटी बातें होती रहती है. बहुत खुशी का दिन है. Oh! Happy honeymoon, guys!
അങ്ങനെ തയ്യൽക്കാരനും സുമതിയും സിനിമയിൽ ഒന്നിക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊന്നും അല്ലല്ലോ. അതെഴുതാൻ നട്ടല് വേണം. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചത് ഇതൊന്നും അല്ലല്ലോ. അതെഴുതാൻ നട്ടല് വേണം. ഇന്റർവൽ പഞ്ച് കിട്ടിയോ? മോളുടെ കല്യാണം നാളെയാ. വൈകിട്ടെങ്കിലും ബ്ലൗസ് തയ്ച്ച് കിട്ടുമോ? തിരക്കഥയ്ക്കുള്ള ജ്ഞാനവിടം കിട്ടിയോ അമ്പുജാഷ? കുഞ്ചാക്കോപൻ ഡേറ്റ് എന്നാ വസ്ത്രാലങ്കാരത്തിനേ എന്റെ പേരോട് കൊടുക്കണേ. യോ ഞാൻ പോയിട്ടേ ചായ വാങ്ങി വരാം. അംബുജാക്ഷനും ഒരിക്കൽ പ്രണയിച്ചിരുന്നു. പരീക്കുട്ടിക്കും ഷാജഹാനും ദുഷ്യന്തനും ഒക്കെ ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പാവം അംബുജാക്ഷനും ആയിക്കൂടാ? തന്നേക്കാൾ മിടുക്കനും സുന്ദരനും വലിയ പണക്കാരനുമായ ഗൾഫുകാരൻ തന്റെ പ്രാണപ്രേയസിയെ കൊണ്ടുപോയപ്പോൾ സിനിമയിലൂടെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അംബുജാക്ഷൻ. അംബുജാക്ഷൻ വേണ്ടെന്ന് വെച്ച ഈ സിനിമയാകട്ടെ മലയാള സിനിമയ്ക്കുള്ള അയാളുടെ ഏറ്റവും വലിയ സംഭാവന. ക്ലൈമാക്സിൽ പ്രധാന കഥാപാത്രത്തിന് കാര്യമായ മാറ്റം സംഭവിക്കണം.
അതാണ് സിനിമകൾ പഠിപ്പിച്ച ശീലം. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ അവസാനിപ്പിക്കാം. സിനിമ ഉപേക്ഷിച്ച ജോസേ, ഒരു മിനിറ്റ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കുരുപ്പ് ഇവിടെ ഇല്ലേ? പാവം അമ്പുജാക്ഷൻ ഒരു നായരാവാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നിനക്കെന്താ എന്നെ ഒരു ബഹുമാനില്ലാത്തേ? ഞാനിപ്പോ കരയോഗം പ്രസിഡന്റ് മാത്രല്ല, ഒരു പാർലമെന്റ് അംഗം വരെ ആകുമെന്ന് കണിയാൻ പറഞ്ഞിരിക്കണു. ഒന്ന് മാറിയിരിക്കും ചെറുക്കാൻ അങ്ങട്. അവിടെ വെക്കേ. ആ പ്രൊഡ്യൂസറിനെ കിട്ടിയ ഗമയായിരിക്കും. ചാത്തോത്ത പണിക്കര് പറഞ്ഞായിരുന്നു എന്റെ ആക്ടിന്റെ കാര്യം എന്തായി. പഴയ പോലെയൊന്നും അല്ല, ഞാനിപ്പോ ഡയലോഗൊക്കെ പറയാൻ നല്ല മിടുക്കനാ. ദേ ഇത് കണ്ട, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്തിനാ നായന്മാരെ ഇങ്ങനെ കൈയടിക്കണേ? മാപ്രാണ കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. വണ്ടിയുടെ രാമൻ നായരെ, കൃഷ്ണൻ നായരെ, ഞാൻ വരട്ടെ രാമൻ നായരെ. വേണ്ട. ആ സിനിമ മെലോഡ്രാമയെന്ന് മാറി റിയാലിറ്റിയോടടുത്തു. അപ്പോഴാ ലാൽ ജോസേ, ഇനി നീ പറഞ്ഞോ. പിന്നെ ഇനി പറയാൻ വേറെ ആളെ നോക്കും. മലേ ആരോ മലേ ചെന്താമരേ.